ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് ഡിന്നറിന് വേണ്ടിയിട്ട് വൈറ്റ് സോസ് ചിക്കൻ പാസ്തയാണ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് ഞാൻ ഇവിടെ ഓൾറെഡി പാസ്ത ഉപ്പും ഓയിലും ആഡ് ചെയ്ത് നന്നായിട്ട് കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ചിക്കൻ കുക്ക് ചെയ്യാനായിട്ട് ഒലിവ് ഓയിൽ ചൂടായി വരുമ്പോഴത്തേക്കും നമ്മൾ ചെറിയ പീസസായിട്ട് കട്ട് ചെയ്ത ചിക്കൻ ആഡ് ചെയ്യാം. അതിലേക്ക് ആവശ്യത്തിന് സോൾട്ടും പെപ്പറും ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യാം. ചിക്കൻ ഫ്രൈ ചെയ്തതിന് ശേഷം നമുക്ക് ആ സെയിം പാനിൽ തന്നെ കുറച്ച് ബട്ടർ മെൽറ്റ് ചെയ്തതിന് ശേഷം ഫ്ലേവറിന് വേണ്ടിയിട്ട് 2-3 ഗാർലിക് സോട്ട് ചെയ്തെടുക്കാം. ഇതിലേക്കൊരു ചെറിയ സ്പൂൺ മൈദ ആഡ് ചെയ്തതിന് ശേഷം കട്ടയില്ലാണ്ട് സോട്ട് ചെയ്യാം. മൈദ ഒന്ന് കുക്കായി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് 1.5 കപ്പ് മിൽക്ക് ആഡ് ചെയ്യാം. പാൽ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള ക്വാണ്ടിറ്റിയിൽ ഏത് ടൈപ്പ് ചീസ് വേണമെങ്കിലും ആഡ് ചെയ്യാം. ഇവിടെ ഞാൻ പ്രോസസ് ചീസ് സ്ലൈസ് ആണ് ആഡ് ചെയ്തത്. ഇതിലേക്ക് നമുക്കിനി ഫ്രൈ ചെയ്ത ചിക്കൻ ചേർക്കാം. വൈറ്റ് സോസിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള സീസണിങ് ആഡ് ചെയ്യാം. ഞാനിവിടെ പെപ്പറും ചില്ലി ഫ്ലേക്സും ആണ് ആഡ് ചെയ്യുന്നത്. വൈറ്റ് സോസിൻ്റെ കൂടെ ഒറിഗാനോ, തൈം അല്ലെങ്കിൽ ബേസിൽസ് ഒക്കെ നല്ലതാണ്. ഇനി ഇതിലേക്ക് കുക്ക് ചെയ്ത പെന്നെ പാസ്ത ആഡ് ചെയ്യാം. നന്നായിട്ടൊന്ന് പാസ്തയിലേക്ക് സോസ് കോട്ട് ചെയ്യാം. ഇനി ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്യാം. ഇതിലേക്ക് ഒരു പിഞ്ച് ക്യുമിൻ പൗഡർ ആഡ് ചെയ്ത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. കുറച്ച് ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്ത് നമുക്കിന്ന് ഗാർണിഷ് ചെയ്യാം. അങ്ങനെ നമ്മുടെ വളരെ ക്ലാസിക് ആയിട്ടുള്ള വൈറ്റ് സോസ് ചിക്കൻ പാസ്ത റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഒരു മാംഗോ ജ്യൂസ് വളരെ നല്ലൊരു കോമ്പിനേഷനാണ്. ഒരു ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറിന് പറ്റിയ നല്ലൊരു ഡിഷാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്. പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടാൻ വേണ്ടി ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുക. അടുത്ത വ്ളോഗിൽ കാണും വരെ ബൈ.